ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിലേക്ക് ഞങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരെയാണ് ക്ഷണിക്കുന്നതെന്ന് വെച്ചാൽ, വളരെ പ്രശസ്തരായിരിക്കും, ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ വ്യക്തികളായിരിക്കും അവർ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്റ്റാർ ആയിരിക്കും, അതായത് നക്ഷത്രങ്ങളായിരിക്കും. ചില സമയങ്ങളിൽ ഇതുപോലുള്ള വ്യക്തികളുടെ മേലും കുറ്റങ്ങൾ ആരോപിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവരോട് ചോദിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. കോടതിയിൽ അന്വേഷണം തുടങ്ങാൻ ഞാൻ അനുമതി നൽകുന്നു. ആപ്കി അദാലത്തിൽ നമ്മുടെ വിചാരണ തുടങ്ങുകയാണ്. ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ പോപ്പ് സ്റ്റാർ ദിൽഹർ മെഹന്തിമേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം അരഗണ്ടാണ് എന്നുള്ളതാണ്. സാർ, താങ്കൾ എത്രത്തോളം അരഗന്റാണ് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം. ആദ്യം താങ്കൾ ജനങ്ങളോട് ഇക്കാര്യം പറയുക. കുട്ടിക്കാലത്ത് താങ്കൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അതേപ്പറ്റി ഞാൻ പറയാം. എൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ അമ്മ ബൽബീർ കപൂർ, പിന്നെ ഞാൻ 5 വയസ്സുള്ളപ്പോഴേ എൻ്റെ അമ്മ പറയുമായിരുന്നു, എൻ്റെ മകൻ വലിയ പാട്ടുകാരനാണ്, അവൻ പിന്നെ വലിയൊരു സിംഗറായി മാറുമെന്ന് എൻ്റെ അമ്മ പറയുമായിരുന്നു. എനിക്ക് കിട്ടിയ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് എന്ത് പേര് വെക്കണമെന്ന് അവർ ആലോചിച്ചിരുന്നു. അവരുടെ മനസ്സിലുണ്ടായിരുന്ന പേര് ദാക്കൂർ ദലേ സിംഗ് എന്നായിരുന്നു. സോ അങ്ങനെയാണ് പേര് വന്നത്. ഈ ഡാക്കൂർ എന്നുള്ള പേര് എങ്ങനെയാണ് കിട്ടിയത്? ദലേർ മെഹന്തി എന്നുള്ള പേരാണ് ഞങ്ങൾക്കെല്ലാം അറിയാവുന്നത്. ഡാക്കു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പടം ഉണ്ടായിരുന്നു, ജോഹർ മുഹമ്മദ് ഇൻ ഗോവ. അത് ചില ആൾക്കാർക്ക് ഓർമ്മയുണ്ടാകും. അതിൽ അഭിനയിച്ച പ്രേംനാഥിൻ്റെ പേര് ഡാക്കു ഡിലേ സിംഗ് എന്നായിരുന്നു. പ്രേംനാഥ് സാറിൻ്റെ പേര്. നാടിന് വേണ്ടി അദ്ദേഹം ജീവൻ അർപ്പിച്ച ആളാണ്. അച്ഛനും അമ്മയ്ക്കും ആ പടത്തിലെ ആ ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ തീരുമാനിച്ചു, ഒരുപക്ഷെ മകനാണ് ജനിക്കുന്നതെങ്കിൽ അവർ ഡാക്കു ഡിലേ സിംഗ് എന്ന് പേര് വയ്ക്കണമെന്ന്. അപ്പോൾ ഈ ഡാക്കു എവിടെങ്കിലും പോയി കൊള്ളയടിച്ചോ? കൊള്ളയടിച്ചു. ഒരുപാട്. അതെ, ഈ ലോകം മുഴുവനും ഒരുപാട് ആൾക്കാരുടെ, അതായത് എൻ്റെ ഫാൻസിന്റെ മനസ്സൊക്കെ ഞാൻ കൊള്ളയടിച്ചു. മ്യൂസിക് മുഖേന ഞാൻ ഒരുപാട് ആൾക്കാരുടെ മനസ്സ് കൊള്ളയടിച്ചു കഴിഞ്ഞു. ഇക്കാര്യം സത്യമാണോ? കുടുംബത്തിലുള്ളവർ താങ്കളെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയെന്ന്? അത് വളരെ ശരിയാണ്. എൻ്റെ സഹോദരങ്ങൾ ഷംസീർ, ഹർജിത്ത്, ഇവരെന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയി. 86-ലാണ് കൊണ്ടുപോയത്. എനിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനവിടെ എന്തൊക്കെയോ ജോലികൾ ചെയ്തിരുന്നു. ഹോട്ട് ഡോഗ്സുകൾ വിറ്റു, ബർഗറുകൾ വിറ്റു, കോഫിയുടെ ഒരു വലിയ ട്രക്കും കൊണ്ട് അവിടെയുള്ള സ്ട്രീറ്റിൽ പോയി വിൽക്കാൻ ആരംഭിച്ചു. താങ്കൾക്ക് ടാക്സി ഓടിക്കുന്ന ജോലിയാണ് കൊടുത്തത് അല്ലേ? അതെ, ഞാൻ ഒരുപാട് നാളെ ടാക്സി ഓടിച്ചിരുന്നു ബഗ്ലൈ സിറ്റിയിലെ. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അതെല്ലാം വിട്ടിട്ട് താങ്കൾ ഇന്ത്യയിലേക്ക് ഓടി വന്നു. അതൊക്കെ ചെയ്യുമ്പോഴും എനിക്കത് അല്ല എൻ്റെ ജോലിയും തോന്നിയിരുന്നു. ഹോട്ടോ വിൽക്കുന്നതും ബർഗർ വിൽക്കുന്നതും എൻ്റെ ജോലിയെല്ലാം തോന്നിയിരുന്നു. ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ധർമ്മേന്ദ്രയുടെയും സണ്ണി ഡിയോളിൻ്റെയും ഒരു ഷോ ഉണ്ടായിരുന്നു. ആ നൈറ്റ് ഷോ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുപാട് നാള് ആ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. ആ ഷോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്താണെന്ന് വെച്ചാൽ, ആ മുന്നിലുള്ള സ്റ്റേജ് അത് എൻ്റേതാണെന്ന്. ആ ഓഡിയൻസിൻ്റെ ഇടയിലിരുന്ന് അത് കാണേണ്ട ആളല്ല ഞാനെന്ന് എനിക്ക് അപ്പോൾ തോന്നി. ആളുകൾ എന്നെ കാണേണ്ടത് സ്റ്റേജിലാണ്. താങ്കൾ നിറയെ സ്വപ്നം കാണുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്. ബോംബെയിൽ ഒരു ഗുരുദ്വാരയുണ്ട്, അത് ചുനാബട്ടിയിലാണ്. അവിടെ ഞാൻ തബല വായിക്കുന്ന സമയത്ത് അവിടുന്ന് എനിക്ക് മാസം ഒരു 150 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. ആ സമയത്ത് അവിടെ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരാളുണ്ടായിരുന്നു. അയാളടുത്ത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഒരു ദിവസം വരും നീ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസം. അയാൾ എന്നോട് ചോദിച്ചു, നീ അങ്ങനെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, നീ ഒരിക്കലും എന്നെ മാഗസിനിൽ കാണും, ദലർ മെഹന്തി അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ ഒരു ദിവസം നീ എന്നെ റേഡിയോ കൂടി കേൾക്കും, ഈ പാട്ട് പാടിയത് ദലർ മെഹന്തിയാണെന്ന്. ഞാനിത് പറഞ്ഞത് കേട്ടപ്പോൾ അയാൾ എന്നെ അടിക്കാനായിട്ട് തുടങ്ങി. നിന്റെ സ്വപ്നങ്ങളൊക്കെ വളരെ വലുതാണല്ലോ എന്ന് പറഞ്ഞു. നിന്റെ യോഗ്യത എന്താണ്, നീ ഇവിടെ കിടന്ന് ചാകത്തേ ഉള്ളെന്ന് അയാൾ പറഞ്ഞു. സോ ശരിക്കും എൻ്റെ തറതാറയും ബല ബല ഹിറ്റായതിനു ശേഷം 3 വർഷം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട് ചോദിച്ചു, എന്നെ അറിയാമോ? നിങ്ങളെ ആർക്കാണ് അറിയാത്തത്, നിങ്ങളല്ലേ ഈ പാട്ടൊക്കെ പാടിയെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 15 വർഷം മുന്നുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനായിട്ട്. നിങ്ങളെന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടൊന്ന് ചോദിച്ചു. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. നമ്മൾ തമ്മിൽ 1 വർഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. അന്ന് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. അവരെ താങ്കൾ ഓർമ്മിപ്പിച്ചു, പക്ഷേ എത്രയോ പേരെ താങ്കൾ ഓർമ്മിപ്പിച്ചില്ല. ശരിയാണ്. അവരുടെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ജയിച്ചതിന് ശേഷം, ഒരു സ്റ്റാർ ആയതിനു ശേഷം താങ്കൾ അരഗന്റായി എല്ലാവരെയും മറന്നെന്നാണ് പറയുന്നത്.
അതിലൊരു വ്യക്തിയാണ് ജവഹർ വട്ടൽ. അതെ. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഞാൻ മാത്രം ഇല്ലെങ്കിൽ ആ. ഡെലഹറി ആര്, മെഹന്തി ആരെന്ന് ഈ ലോകത്തിന് തന്നെ അറിയില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മെഹന്തി ഇല്ലെങ്കിൽ വട്ടൽ ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വട്ടലിന് ഞാൻ കാരണമാണ് ഒരു പേര് ലഭിച്ചെന്ന് പറയാൻ പറ്റും. വേണമെങ്കിൽ ഞാനൊരു ആരെങ്കിലാണെന്ന് പറയാൻ പറ്റും. ദലൈർ മെഹന്തി കാരണമാണ് അയാൾക്ക് പേര് ലഭിച്ചതെന്ന്. തുടക്കത്തിൽ മ്യൂസിക് ചെയ്തത് അദ്ദേഹം തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ പാട്ടുകളല്ലേ ആദ്യം വന്നത്? അല്ല, എനിക്ക് ശരിക്കും എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ആൾക്കാരെല്ലാം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജവഹർ വട്ടൽ സാർ ചെയ്യുന്നത് മ്യൂസിക് അറേഞ്ച് ചെയ്യുക മാത്രമാണ്, രവി പവറിന്റെയും ബബ്ലുവിന്റെയും കൂടെ. അവർ ചെയ്യുന്നത് ഇത് മാത്രമാണ്. അദ്ദേഹം ചെയ്തത് മാഗ്നം കമ്പനിക്ക് എന്നെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് നടക്കുകയും ചെയ്തു. ഈ തരറ സോങ് എന്നത് എന്റെ അമ്മയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയും ചെയ്തു. എന്റെ അമ്മ പാടിയാണ് ഞാനത് കേട്ടത്. അമ്മയുടെ അടുത്തു നിന്നാണ് ഞാനത് പഠിച്ചത്. ഒരുപക്ഷെ ഈ സോങ് ജവഹർ വട്ടലിന്റെ ആയിരുന്നെങ്കിൽ അദ്ദേഹമാണ് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നെന്ന് പറയാൻ പറ്റും. കമ്പോസിഷൻ ആരുടെയാണോ ലിറിക്സ് ആരുടെയാണോ അവരായിരിക്കും ആ സോങ്ങിന്റെ യഥാർത്ഥ അവകാശി. ശരിക്കും പറഞ്ഞാൽ ജവഹർ വട്ടൽ സാർ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ഡയറക്ടർ ആൻഡ് കമ്പോസിഷൻ ബൈ ജവഹർ വട്ടൽ. ആ കാര്യം എനിക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആയില്ല. ഒന്നുകിൽ എന്റെ അമ്മയുടെ പേര് വരണം, അല്ലെങ്കിൽ പഴയ ഒരു ഫോക്ക് സോങ് ആണെന്ന് പറയണം. നിങ്ങൾ ചെയ്യാത്തൊരു മ്യൂസിക്കിനെ നിങ്ങൾക്ക് ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറാന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇയാൾ ഭയങ്കര അരഗന്റ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ. ശരിക്കും ഇതാണ് നടന്നത്. താങ്കൾ അരഗന്റ് ആണോ ഇല്ലയോ എന്ന് താങ്കൾ തന്നെ പറയൂ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അരഗന്റ് കേൾക്കുമ്പോൾ എനിക്ക് എന്തുപോലെ തോന്നുന്നത്. എനിക്ക് ശരിക്കും 14 വർഷം മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ, അതായത് നിന്നെ കൊണ്ടൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ പിന്നീട് കണ്ടുപിടിച്ച് അന്വേഷിച്ച് ഞാൻ നിന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞ് എന്നെ ഒരു അരകണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഞാൻ താങ്കൾക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം. അമിതാഭ് ബച്ചനോടൊപ്പം താങ്കൾ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. അതെ. അതുകൊണ്ട് താങ്കൾക്ക് പോപ്പുലാരിറ്റി കിട്ടി എന്നുള്ള സിനിമയിൽ. അതെ അതെ. പടം ഹിറ്റായി, പാട്ട് ഹിറ്റായപ്പോൾ താങ്കൾ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹം മൃത്യുദാത്തയാണ്, പക്ഷെ അമിതാഭ് ബച്ചന് ഞാനാണ് മറുജന്മം കൊടുത്തതെന്ന്. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് ചിന്തിക്കുക പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ബച്ചൻ സാറിന്റെ ഒരു ഫാൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനൂടെ നിൽക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മീഡിയക്കാരാണ് ഇത് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ റീ എൻട്രി ഞാൻ മൂലമാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, അല്ല, ബച്ചൻ സാറാണ് എന്നെ വിളിച്ചിട്ട് എനിക്കൊരു അവസരം തന്നതെന്ന്. ഈ പറഞ്ഞ ആരോപണം ശരിക്കും തെറ്റാണ് സർ. നമസ്കാരം. നമസ്കാരം സർ, എന്റെ ചോദ്യം ഇതാണ്. പഞ്ചാബിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല, ദിവസം പുതിയ സിംഗുകൾ വരുന്നത്. അവരെയൊക്കെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് താങ്കൾ കണ്ടിട്ടുണ്ടോ, അതോ അവരെ ആ ലെവലിൽ കാണുന്നില്ലയോ? ഞാൻ അറിഞ്ഞിരിക്കുന്നത് ലോക്കൽ സിംഗേഴ്സിനുള്ളിൽ നിറയെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. താങ്കൾ അവരോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഒരുപാട് പാട്ടുകൾ പഠിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നോട് ഗസൽ പാടാൻ പറഞ്ഞാൽ ഞാൻ അതും പാടുമായിരുന്നു. കവാലി പാടാൻ പറഞ്ഞാൽ ഞാൻ അതും പാടുമായിരുന്നു. സിനിമ പാട്ടുകൾ പാടാൻ ചോദിച്ചാൽ ഞാൻ അതും പാടുമായിരുന്നു. പഞ്ചാബി ഫോക്ക് സോങ്ങുകൾ പാടുമായിരുന്നു. അതല്ല, ഭജൻ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതും പാടാൻ കഴിയുമായിരുന്നു. ശരിക്കും ഒരു കോമ്പറ്റീഷനിൽ ഞാൻ പേടിച്ചിട്ടില്ല. എന്റെ കവാലി ഭയങ്കര ഹിറ്റായിരുന്നു. മക്ബൂലിലെ തൂ മേരെ റൂബറൂ ഹിറ്റായിരുന്നു. ഇതെന്റെ കവാലി ഫിലിമായിരുന്നു. അതുപോലെ ഗസൽ, കജുരാരെ കജുരാരെ നൈനാവാളെ नैना तेरे चंबल दे लुटेरे ऊंचे मचानों से बादल उड़ाते हैं और बोलो तारा रा कंजर कलोल कर दी, बोलो तारा रा हाय हाय ओ रब्बा, 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 हाय ओ रब्बा। ਸਾਡੇ ਦਿਲ ਤੇ ਛੁਰੀਆਂ ਚਲਾਈਆਂ, ਸਾਨੂੰ ਕੱਟਿਆ ਵਾਂਗ ਕਸਾਈਆਂ ਕੇ ਬਹਿ ਗਏ ਅਸੀਂ ਦਿਲ ਫੜ ਕੇ ਜਦ ਮੋਰਾ ਵਾਂਗ ਪਹਿਲਾਂ ਪਾਈਆਂ। ആപ്കി അദാലത്തിൽ നമ്മൾ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അതിനുള്ള വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോപ്പ് സ്റ്റാർ ദിലേറിന്റെ മേൽ. ആപ്കി അദാലത്തിൽ പോപ്പ് സ്റ്റാർ ദിലേറിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം സാഹചര്യത്തെ കണ്ട് പേടിച്ചോടുന്നു എന്നുള്ളതാണ്. ഡെലേർ, ക്രൗഡ് കൂടുതലായിരിക്കും. താങ്കൾ അച്ചീവ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഒബിയസ്ലി ജനങ്ങൾ താങ്കളോട് സ്നേഹം കാണിക്കും, താങ്കളുടെ പാട്ട് ഇഷ്ടപ്പെടും. പക്ഷെ ഇപ്പോഴൊക്കെ താങ്കൾ ജനക്കൂട്ടത്തെ കണ്ട് പേടിച്ചോടുകയാണെന്ന് തോന്നുന്നു. ജനക്കൂട്ടത്തെ ഞാൻ എന്തുമാത്രം കണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ എന്റെ ഷോ കാണാൻ വന്ന 1,00,000 പേരെ അല്ല, അതിനും മേലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡാൻസ് ചെയ്യാൻ വന്നവരെ,
പക്ഷെ ഒരു പ്രാവശ്യം താങ്കൾ ഡൽഹി പോലീസിൽ കംപ്ലൈന്റും ചെയ്തിരുന്നു. ഞാൻ ജനക്കൂട്ടത്തിൽ കുടുങ്ങാതെ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വേണമെന്നും പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു വർഷത്തോളമായിട്ട് ത്രട്ടൻ വന്നുകൊണ്ടേയിരുന്നു. ഒരു പക്ഷേ അത് അബു സലീമിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞു. തുടർച്ചയായി എനിക്ക് ബോഡിയിൽ ഭീഷണികൾ ഒരു വർഷത്തോളമായി വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഇതിനൊന്നും പ്രതികരിക്കാനായിട്ട് പോയില്ല. പോലീസുകാർ തന്നെ ആ ടേപ്പ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നിങ്ങൾ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ആൾക്കാരും വല്ലാതെ പേടിച്ചു, ഞാനും പേടിച്ചു. അതുകൊണ്ട് ഞാൻ ആരോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ ആ ടേപ്പ് കേൾപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വർഷമായിട്ട് ഈ ടേപ്പ് റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചു ഇയാൾക്ക് സെക്യൂരിറ്റി വേണമോ വേണ്ടായോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ, നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി തരാൻ. ഒരുപക്ഷെ എനിക്ക് ത്രട്ടൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കംപ്ലൈന്റ് എഴുതി കൊടുത്താൽ അത് എനിക്ക് പിന്നീട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതെന്റെ ഷോയ്ക്കും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഞാൻ പലയിടത്തും ഷോ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ആൾക്കാർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ടോ എന്ന്. അങ്ങനെയുണ്ടെങ്കിൽ അത് പ്രോഗ്രാം ക്യാൻസൽ ആകാനുള്ള സാധ്യതയുണ്ടാക്കും. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ എഴുതി തരൂ സാർ, ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ അവർക്ക് അത് എഴുതി കൊടുത്തു. അപ്പോൾ യാഥാർത്ഥ്യത്തിനെതിരായിട്ട് താങ്കൾ ഓടിയത് കാര്യം സത്യം തന്നെയാണ് അല്ലേ? അപ്പൊ സത്യം എന്താണെന്ന് വെച്ചാൽ ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്തുനിന്നും അബു സലീമിന്റെ അടുത്തുനിന്നും ത്രെഡനിങ് ഉണ്ടായിരുന്നു താങ്കൾക്ക്. പക്ഷേ ഇതിനെക്കുറിച്ച് പോലീസിനോട് താങ്കൾ പറഞ്ഞതേയില്ല. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യയില് സത്യം പറഞ്ഞ ഒരുപാട് ആൾക്കാർ ദൈവത്തിനടുത്ത് പോയിട്ടുണ്ട്. അവരെയൊന്നും രക്ഷിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് ശരിയല്ലേ? ഞാൻ ചിന്തിച്ചത് പ്രശ്നങ്ങളെല്ലാം ആദ്യം ഒന്ന് ക്ലിയർ ആവട്ടെ. ഒരുപക്ഷെ ആ ഭാഗത്തു നിന്ന് ജോണി ലിവർ സാർ അദ്ദേഹത്തിന്റെ ശബ്ദം മാറ്റിയിരിക്കാം. ഞാനത് അബു സലീം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആ ഫോൺ കോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും പോലീസുകാരനെ പറഞ്ഞത് അത് തന്നെയാണെന്നാണ്. അപ്പോഴാണ് ഞാനും അത് വിശ്വസിച്ചത്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുക, ഇരുട്ട് താങ്കൾക്ക് പേടിയുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത് സത്യമാണ്? ശരിയാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ഇരുട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഒരുപാട് തവണ ഞാൻ ഈ ആത്മാക്കളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്. ഇരുട്ടിൽ വല്ല ഭൂതമോ പ്രേതമോ ഒക്കെ വരുമെന്ന് പേടിയുണ്ടോ? ഭൂതത്തിന്റെയും പ്രേതത്തിന്റെയും കാര്യമല്ല, പക്ഷേ സത്യത്തിൽ മനുഷ്യനാണെങ്കിൽ എനിക്ക് അവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഇരുട്ടിൽ ഒരാൾ നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ വന്നാൽ ഇരുട്ടിൽ നമുക്ക് ആരോടാണ് ഫൈറ്റ് ചെയ്യാൻ കഴിയുക? പാട്ട് പാടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതും ഡാൻസ് കളിച്ചേനെ. ആർക്ക് പറയാൻ പറ്റും? ഒരുപക്ഷെ അത് ഇംഗ്ലീഷ് ഭൂതമാണെങ്കിൽ എന്ത് ചെയ്യും? പഞ്ചാബി ഇഷ്ടപ്പെടുന്ന ആളല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താങ്കളുടെ മുകളിൽ കയറി ചവിട്ടുമായിരിക്കും. അതെ, ഉറപ്പായിട്ടും ചവിട്ടും. താങ്കളുടെ പേര് ഡെലേർ എന്നാണ് ഉള്ളത്. പക്ഷെ അപ്പോ താങ്കളുടെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു താങ്കളൊരു പേടിത്തൊണ്ടനാണെന്നുള്ളത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ പേര് ദലേർ എന്നാണ് വെച്ചത്. എന്നെപ്പോലെ ഇരുട്ടിനെ പേടിക്കുന്ന ആളെ പേടിത്തൊണ്ടെന്നാണ് പറയേണ്ടത്. പക്ഷേ എന്താണ് പറയണമെന്നറിയില്ല സാർ, എനിക്ക് ഇരുട്ടിനെ ഭയങ്കര പേടിയാണ്. താങ്കൾ ഇത്രയും നാൾ പാടിയ പാട്ടിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാൻ ശ്രമിച്ചൂടെ? നിങ്ങൾ വലിയ ചോദ്യമാണ് ചോദിച്ചത്. കൂടെ ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ਸਾਡੇ ਦਿਲ ਤੇ ਛੁਰੀਆਂ ਚਲਾਈਆਂ, ਸਾਨੂੰ ਕੱਟਿਆ ਵਾਂਗ ਕਸਾਈਆਂ ਕਿ ਬਹਿ ਗਏ ਅਸੀਂ ਦਿਲ ਫੜ ਕੇ ਜਦ ਮੋਰਾ ਵਾਂਗ ਪਹਿਲਾਂ ਪਾਈਆਂ. ഇത്ര നേരം ഞാൻ നല്ല കൺട്രോളിലായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല. ശരിക്കും ഞാനിപ്പോഴാണ് കരയുന്നത്. ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ അടുത്ത് വിചാരണയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ പോപ്പ് മ്യൂസിക്കിന്റെ ബാദുഷാ ഡെലേർ മെഹന്തി. ആപ്കി അദാലത്തിൽ പോപ്പ് സ്റ്റാർ ഡെലേർ മെഹന്തിയുടെ മേലുള്ള ആഴ്ച കുറ്റാരോപണം നിയമവിരുദ്ധമായി ജനങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ്. ഡെലേർ സാർ, ഇത് എന്റെ കുറ്റാരോപണമല്ല, പഞ്ചാബ് പോലീസിന്റേതാണ്. പിന്നെ പഞ്ചാബ് പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ബക്ഷി സിംഗ് എന്നൊരു വ്യക്തി പട്യാല ഗ്രാമത്തിന് അടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹം കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു, അതിന് എഫ്ഐആർ ഇട്ടിരിക്കുകയാണ്. താങ്കളുടെ ജ്യേഷ്ഠനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തെ വിദേശത്തേക്ക് അയക്കാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന്. അതെ, ഇത് ഞാനും ഫസ്റ്റ് ടൈം ന്യൂസിൽ കണ്ടതാണ്. അത് ബക്ഷി സിംഗ് എന്നൊരാള് എൻ്റെ പേരിൽ ചുമത്തിയ കുറ്റം എന്താന്ന് വെച്ചാൽ, ഞാൻ ദലേർ മെഹന്തിക്ക് 3 ലക്ഷം രൂപ ദലേർ മെഹന്തിയുടെ സഹോദരൻ മുഖേന കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ ഏത് സ്ഥലമാണെന്ന് ന്യൂസിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. എപ്പോഴാണ് ഞാൻ പഞ്ചാബിൽ പോയത്, അപ്പോൾ ഞാൻ അറസ്റ്റിലായി. അവിടെ പോയതിനു ശേഷം അവർ പറഞ്ഞത് ഞാൻ കനോട്ട് പ്ലേസിൽ
ദലേർ മെഹന്തിയുടെ ഓഫീസുണ്ട്. ദലേർ മെഹന്തിക്ക് 3 ലക്ഷം രൂപ കൊടുത്തു എന്നാണ്. 3 വർഷമായിട്ട് ഞാൻ കനോട്ട് പ്ലേസിലോട്ട് പോയിട്ടേ ഇല്ല. അവരെന്റെ മേൽ ആരോപിച്ച കുറ്റം കനോട്ട് പ്ലേസിൽ വെച്ച് 3 ലക്ഷം രൂപ കൊടുത്തു എന്നാണ്. പക്ഷെ 3 വർഷമായിട്ട് ഞാൻ കനോട്ട് പ്ലേസിലേക്ക് പോയിട്ടേ ഇല്ല. പക്ഷേ ഷംഷേർ സിംഗ് താങ്കളുടെ ജ്യേഷ്ഠനാണെന്നുള്ളത് സത്യം തന്നെയല്ലേ? അതെ, എന്റെ ജ്യേഷ്ഠൻ തന്നെയാണ്, സത്യം തന്നെയാണ്. അപ്പോൾ ഇതും സത്യമല്ലേ? അദ്ദേഹത്തിന്റെ മേൽ ഇങ്ങനൊരു കുറ്റാരോപണം ഉള്ളതുകൊണ്ടല്ലേ താങ്കളെ ഇങ്ങോട്ട് വലിച്ചഴിച്ചത്? അതെ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് ഇത് ആരോ മനഃപൂർവ്വം അദ്ദേഹത്തെ പെടുത്താൻ വേണ്ടിയിട്ട് എന്നിലേക്ക് എത്താൻ വേണ്ടി ഒരു വഴി ഉണ്ടാക്കിയതാണെന്നാണ്. ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നാലും എനിക്ക് ശരിക്കും പറയാൻ പറ്റില്ല എന്റെ ജ്യേഷ്ഠനെ ഇതിൽ എന്തെങ്കിലും വിധത്തിലുള്ള പങ്കുണ്ടോ ഇല്ലയോ എന്ന്. കാരണം എനിക്കത് വിശ്വസിക്കാൻ അല്ല, കഴിയില്ല. താങ്കളുടെ ജ്യേഷ്ഠനാണ് ഷംഷേർ സിംഗ്, അതുകൊണ്ട് അദ്ദേഹം എന്റെ കൂടെ 5 വർഷത്തോളം തബല വായിച്ച ആളാണ്. അതിനിടെ ഞങ്ങൾക്കിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞു പോകുന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷം ഒരു കേസ് ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം എന്റെ കൂടെ ജോലി ചെയ്യുന്നില്ല എന്ന്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഓഫീസുണ്ട്, അദ്ദേഹം എന്താ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടേ ഇല്ല, അതെ. അദ്ദേഹത്തിനും താങ്കൾക്ക് ഒരു ബന്ധവുമില്ല, അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളത് താങ്കൾക്ക് ഒരിക്കലും അറിയുകയില്ല. അതെ. അപ്പൊ പഞ്ചാബ് പോലീസിന് എന്തിനാണ് താങ്കളുടെ പ്രത്യേക വിരോധം? താങ്കളെ ഇതിനുള്ളിലേക്ക് വലിച്ചഴിച്ചത്? കാരണം ഷംസി സിംഗിന് എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ അടുത്ത് 1.5 കോടി ചോദിച്ചു. പക്ഷെ ഷംസീറിന്റെ അടുത്ത് 1.5 ലക്ഷം പോലും ഉണ്ടായിരുന്നില്ല. 1500 പോലും ഉണ്ടാവില്ല. അവര് പറഞ്ഞത് എത്ര ശ്രമിച്ചാലും ഇയാളടുത്ത് നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ദലേർ മെഹന്തി പിടിക്കുകയാണെങ്കിൽ നല്ല കാശ് കിട്ടുമെന്ന്. അദ്ദേഹം തന്നെ ഇക്കാര്യം താങ്കളോട് ഓപ്പണായിട്ട് സംസാരിച്ചോ? അതെ, അദ്ദേഹം പറഞ്ഞായിരുന്നു. പട്യാലയുടെ DSP രാജേന്ദ്ര പാൽ സിംഗ് ആനന്ദ്. ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ സഹോദരൻ ഷംസീർ സിംഗിനെ കർണാലിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്തോ എന്ന്. അപ്പോൾ ആ കിഡ്നാപ്പർ ആരാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് അങ്ങനെയാണോ? അപ്പൊ ആൾക്കാരെ ഒളിപ്പിച്ചു കിടത്തുന്നത്, ആ വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് അവരിൽ നിന്ന് കേൾക്കുന്നത്. നാട് കടത്തുന്നത്, ആൾക്കാരെ വിദേശത്തേക്ക് അയക്കുന്നത്, നിങ്ങളിങ്ങനെ കള്ളത്തരമായി കടത്തുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് സംസാരിക്കുന്ന അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ജ്യേഷ്ഠ ഇവിടെ തടവിലാണെന്ന്. പിന്നെ പറഞ്ഞു, ഈ കേസ് തീർക്കണമെങ്കിൽ നിങ്ങളൊരു 1.5 കോടി എടുത്തുകൊണ്ട് വരണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഇവിടെ തീരും, അല്ലെങ്കിൽ ഇതെല്ലാം മീഡിയയിൽ അറിയിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാനിത് കേട്ടിട്ട് പേടിച്ചൊന്നുമില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ 1 രൂപ പോലും തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം രാവിലെ മീഡിയക്കാരൊക്കെ വന്നു. ഷംസീർ മെഹന്തി അറസ്റ്റിലാണ്, ദലേർ മെഹന്തി ഒളിവിലാണ്. ആ സമയത്ത് ഞാൻ ഒളിവിലാണെന്ന് ന്യൂസ് വന്നപ്പോൾ ഞാനന്ന് വൈകുന്നേരം ഡൽഹിയിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ പ്രസ് മീറ്റിംഗ് നടത്തി. എൻ്റെ അടുത്ത് കാശ് ചോദിച്ചെന്ന് പറഞ്ഞു. അതായത് എന്നോട് ടോർച്ചർ ചെയ്ത് കാശ് ചോദിച്ചെന്നും പറഞ്ഞു. മീഡിയ എനിക്ക് സപ്പോർട്ടായിരുന്നു, കാരണം മീഡിയയ്ക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ദലേർ മെഹന്തി പോലീസിന് മേൽ റിവേഴ്സായിട്ട് കുറ്റം ചുമത്തിയെന്ന്. അപ്പോൾ എനിക്ക് മീഡിയയിൽ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് സത്യമാണ് പറയണത്? കാരണം എനിക്ക് അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പോലീസുകാർ എന്നെ ഭീഷണിപ്പെടുത്തി ഇത്രത്തോളം കാശ് ചോദിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മീഡിയക്കാരോട് തുറന്ന് പറഞ്ഞതാണ്. അതിനുശേഷം നടന്നതെന്താന്ന് വെച്ചാൽ, പഞ്ചാബ് സ്റ്റേറ്റ് മുഴുവനും ദലേർ മെഹന്തിയെ പറ്റി വലിയ ന്യൂസ്. ഒരുപക്ഷെ താങ്കൾ സത്യസന്ധനാണ്, താങ്കൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് മീഡിയയുടെ മുന്നിൽ നിൽക്കാതെ പോലീസിന്റെ അടുത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരുന്നത്? ഞാൻ മീഡിയക്കാരോട് പറഞ്ഞപ്പോ മീഡിയയിലുള്ള ഒരാൾ എന്നോട് ചോദിച്ചത്, സാർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളടുത്ത് ആന്റിസിപ്പേറ്റഡ് ബെയിൽ ഉണ്ടോ എന്ന്. അതെന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. സാർ, നിങ്ങളിവിടുന്ന് സംസാരിക്കുന്നു, പക്ഷെ നിങ്ങൾക്കെതിരെ വാറണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എനിക്കും ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന്. കുറ്റം ചെയ്യാത്ത എനിക്കെതിരെ എന്തിനാണ് വാറണ്ട്? അപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. ഞാൻ എല്ലാ സത്യങ്ങളും ആ മീഡിയക്കാരോട് തുറന്നു പറയുകയായിരുന്നു. പക്ഷെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും, അത് പഞ്ചാബിലാണെങ്കിലും ശരി, പോലീസ് എങ്ങനെയായാലും ശരി, നമ്മളെ കസ്റ്റഡിയിലെടുത്ത് അവർ വഴിക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ, പോലീസിന്റെ കയ്യിൽ പിടികൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ നിന്ന് മാറി നിന്നിട്ട് ഈ പ്രശ്നം ശരിയാകുന്നത് വരെ, എല്ലാം ക്ലിയർ ആകുന്നത് വരെ, ഈ വിഷയം മീഡിയക്കാരും ജനങ്ങളും മനസ്സിലാക്കുന്നത് വരെ അറസ്റ്റിലാകുന്നതുകൊണ്ട് യാതൊരു അർത്ഥമില്ലെന്ന്. നോക്കൂ സാർ, താങ്കളുടെ ആബ്സെന്റിൽ പോലീസ് താങ്കളെ അന്വേഷിക്കുന്ന സമയത്ത് താങ്കളുടെ ഫാം ഹൗസിലും റെയ്ഡ് നടന്നിരുന്നു. അപ്പൊ പോലീസ് എന്താ പറഞ്ഞെന്ന് വെച്ചാ, താങ്കളുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഡോക്യുമെന്റ്സ് എല്ലാം നശിപ്പിച്ചു എന്ന്. ഞാനിപ്പോ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ആ ക്ലിപ്പിംഗ്സ് എന്നെ ഒന്ന് കാണിക്കൂ. അതിൽ അവര് ഒരു ബ്യൂറോ തകർക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് പാസ്പോർട്ട് വീഴുന്നുണ്ട്, പേപ്പേഴ്സ് വീഴുന്നുണ്ട്. ആ ന്യൂസ് കാണുമ്പോൾ ഞാൻ വളരെ ഷോക്കായിപ്പോയി. എന്റെ വലിയ ഫാം ഹൗസിൽ ഞാൻ ഇരിക്കുന്ന ആ സ്ഥലത്ത് എന്തൊക്കെ സാധനങ്ങളാണോ തകർക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണോ ഇല്ലാതായി പോകുന്നത്. അതിനുശേഷം ഞാൻ എന്റെ ഫാം ഹൗസിൽ പോയപ്പോ അവിടെ എന്റെ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഞാൻ പോലീസിന്റെ അടുത്ത് ചോദിച്ചപ്പോ, നിങ്ങൾ ആ വീഡിയോയിൽ പാസ്പോർട്ട് വീഴുന്നതും പേപ്പേഴ്സ് വീഴുന്നതൊക്കെ നിങ്ങൾ കാണിച്ചില്ലേ, അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യാണെന്ന് അവർ പറഞ്ഞു. ഇതാണ് ഒരു മറുപടി.
അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ഇപ്പൊ എനിക്ക് ശരിക്കും ഇപ്പോ 8 വർഷമായിട്ട് എന്റെ ഓഫീസ് F55 ലാഡോ സർ, എന്റെ ഒരേ ഒരു ഓഫീസ്. ഞാനത് ന്യൂസിൽ കണ്ട് വളരെ ഷോക്കായി. ദലർ മെഹന്തിയുടെ ഈസ്റ്റ് ഓഫ് ക്ലാസ് ഓഫീസ് അവര് സീല് വെച്ചെന്ന്, ദലർ മെഹന്തിയുടെ ബോംബെയിലെ ഓഫീസ് അവര് സീല് വെച്ചെന്ന്. കനൽ പ്ലേസിൽ ദലർ മെഹന്തിക്ക് ഒരേ ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് 10 ഓഫീസ് ഉണ്ടായത്? ഇതൊന്നും എനിക്കറിയില്ല. അല്ല, ഇത്രയും- പോലീസുകാരെന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ കേട്ടിരുന്നു. അവരുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഒരു 50 പേരുള്ള ഡൽഹി പഞ്ചാബ് പോലീസ് റെയ്ഡിന് വേണ്ടി പോയിരുന്നു. അവർ ബോംബെ ഓഫീസിലും റെയ്ഡ് നടത്തി. അവർ താങ്കൾ പറഞ്ഞ ഗ്രേറ്റർ കൈലാഷ് 13-ാം നമ്പറിലും റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്നും 1/2 ഡസൻ പാസ്പോർട്ട് കണ്ടുപിടിച്ചതായിട്ടാണ് പറയുന്നത്. പോലീസിന് ബോംബെ ചുറ്റിക്കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും. ഈസ്റ്റ് ഓഫ് കൈലാഷിലെ ദൈവത്തെ പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും. ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ദലർ മെഹന്തിയുടെ കേസ് കിട്ടിയപ്പോൾ അവിടെ എല്ലാം പോയി ചുറ്റിക്കറങ്ങിയിട്ട് അവർ തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. എന്റെ ഓഫീസ് ഉണ്ടായിരുന്നത് ലാഡോ സാറിലായിരുന്നു. ആ ദിവസം പോലും അത് ഓപ്പൺ ആയിരുന്നു. ആ ഓഫീസിൽ ഒരു ദിവസം പോലും പോലീസ് റെയ്ഡ് ഉണ്ടായിരുന്നിട്ടില്ല. SP പരഞ്ജിത് സിംഗ് ഒമ്രാൻ നങ്കൽ, പറഞ്ഞോളൂ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ കൈവശമുണ്ട്. പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കേസിലെല്ലാം തന്നെ ദലേർ മെഹന്തിയോടൊപ്പം രവീന ടണ്ടൻ, കരീഷ്മ കപൂർ എന്നീ ഹീറോയിനുകളും ഒപ്പം ഉണ്ടായിരുന്നു എന്ന്. ഇതിനെപ്പറ്റി എന്താ ഞാൻ പറയുക? ഇത് കേൾക്കുമ്പോൾ അല്ലാത്ത ഒരു ഇത് പറയാൻ പറ്റില്ല. ഇത് ഞാൻ അറസ്റ്റിലാകുന്ന സമയത്ത് ഒരു പുതിയ കാര്യം എനിക്ക് മനസ്സിലായി. അവര് ഒരു സ്ഥലത്തിരിക്കും, അവിടെ ഒരു പ്ലാൻ ചെയ്യും, അവിടെ രവീണ വന്ന് ഡാൻസ് ചെയ്യണമെന്ന്. അവർ ഒരു ദിവസം ഇവിടെ നമുക്ക് വിളിക്കാമെന്ന്, കരിഷ്മ കപൂർ പോലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് വിളിക്കാമെന്ന്. ഇതെല്ലാം ഒരു വൃത്തികെട്ട സംസാരമാണ്. എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. 99-ൽ രവീണ ടണ്ടന്റെ കൂടെ, കരിഷ്മ കപൂറിന്റെ കൂടെ 5 വർഷത്തോളം ഞങ്ങൾ ഷോ ചെയ്തിട്ടുണ്ട്. അതായത് പ്രോഗ്രാമിനെ ഷാറുഖ് ഖാൻ കൊണ്ടുപോയിട്ടുണ്ട്, ദലർ മെഹന്തി കൊണ്ടുപോയിട്ടുണ്ട്. ആ ഷോയൊക്കെ കണ്ടിട്ടാണ് അവർ ഇങ്ങനെ തീരുമാനിച്ചത്. ഇതിൽ രവീണയും ഇൻവോൾവ് ആയി, കരിഷ്മയും ഇൻവോൾവ് ആയി, അതുപോലെ ജൂഹി ചൗളയും ഇൻവോൾവ് ആയി എന്നൊക്കെ ഇവർക്ക് പറഞ്ഞു തുടങ്ങി. ഒരുപക്ഷെ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ ഇവരെ നേരെ കൊണ്ടുവരാൻ പറ്റിയേനെ. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കളെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണോ? എന്നെ ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. ഈ ദുഃഖകരമായ സത്യത്തെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പ് ബെയിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ഡൽഹിയിൽ നിന്ന് ബെയിൽ കിട്ടുന്നത്. അത് ആന്റിസിപ്പേറ്റഡ് ബെയിൽ. അതിനുശേഷമാണ് ഇത്രത്തോളം വക്കീലന്മാർക്കും ഇത്രത്തോളം കാശുമൊക്കെ ചെലവായെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അവര് പറഞ്ഞ ദിവസം തന്നെ ഞാൻ അവിടെ എത്തിച്ചേർന്നു. കോർട്ട് എന്നോട് പട്ടിയാല സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പട്ടിയാല സ്റ്റേഷനിലെത്തിയപ്പോൾ മീഡിയക്കാരൊക്കെ നേരത്തെ തന്നെ അവിടെ എന്നെ കവർ ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോലീസ് എനിക്ക് വേണ്ടി 6 ബസ്സാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. ആൾക്കാരൊക്കെ എന്റെ കാറ് തല്ലി തകർക്കുകയും മുട്ടയും ചെരുപ്പൊക്കെ വലിച്ചെറിയുകയും ചെയ്തിരുന്നു. ഒരുപാട് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, കണ്ടോ ആൾക്കാരെ നിങ്ങളെ എത്രത്തോളം വെറുക്കുന്നെന്ന്, കണ്ടില്ലേ ആൾക്കാർക്കൊക്കെ എന്തുമാത്രം വിഷമമുണ്ട്, ദലർ മെഹന്തി അവരെ കാശ് എത്രത്തോളം പറ്റിച്ചെന്ന്. ഇങ്ങനെയൊക്കെ അവരെന്നോട് പറഞ്ഞു. അതിനുശേഷം പോലീസുകാരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. എന്നിട്ട് ചായയും വെള്ളവും കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുന്നത് മീഡിയ കവർ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഒരുപാട് പാടുപെട്ട് അകത്തെത്തി ചേർന്നതിന് ശേഷം അവരെന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല എന്നോട് ചോദിച്ചത്. അവർ ചോദിച്ച ചോദ്യം രവീണ ടണ്ടൻ ഇപ്പൊ എവിടെയാണ് ഡാൻസ് ചെയ്യുന്നതെന്ന്. അവരെ നേരിൽ കണ്ടാൽ എങ്ങനെയുണ്ടെന്നൊക്കെയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു. കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളതെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരൊന്നും ചോദിച്ചില്ല. പിന്നെ ഈ പാട്ട് പാടാൻ പറഞ്ഞു, നാനാ 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 നാരേന്ന്. പിന്നെ വേറെ പാട്ട് പാടാൻ പറഞ്ഞു. സോ ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് പാട്ടുകളൊക്കെ പാടി. പിന്നെ എന്നെ വിഷമിപ്പിച്ച വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പോയപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സാർ അത് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ശരീരത്തിൽ എന്തെങ്കിലും മാർക്കുണ്ടെങ്കിൽ പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഈ അടയാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കണ്ണിൽ ഈ അടയാളമുണ്ട്, അത് നോക്കാനായിട്ട് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ SHOയോട് ചോദിച്ചു, സാർ താങ്കളുടെ ഡിമാൻഡ് എന്താണെന്ന്. അദ്ദേഹം പാൻറ് ഊരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ശരി, ഇവര് ഗവൺമെന്റിന്റെ ആൾക്കാരാണ്, യൂണിഫോം ഇട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ആൾക്കാർ ചിലപ്പോ യൂണിഫോമിൽ അല്ലെങ്കിൽ ആ പോസ്റ്റർ അല്ലെങ്കിൽ ദലർ മെഹന്തിക്കെതിരായിട്ട് സംസാരിക്കാനായിട്ട് അവർക്ക് അതിനുള്ള യോഗ്യതകൾ ഉണ്ടാവില്ലായിരുന്നു. ഒട്ടും ലജ്ജയില്ലാതെ അവർ എന്നോട് എൻ്റെ പാൻറ് ഊരാനായിട്ട് പറഞ്ഞു. ശരി, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പാൻറ് ഊരി. പിന്നെ വളരെ വിഷമിച്ച് ഞാൻ അവരോട് ചോദിച്ചു, ഇനി ഞാൻ എൻ്റെ അണ്ടർവെയർ കൂടി ഊരി കാണിക്കണോ? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പാൻറ് മാത്രം ഊരിയാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ അവിടെ പാൻറ് ഊരിയിട്ട് നിന്നു. പിന്നെ
അല്ല, താങ്കളെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം വളരെ വിഷമകരമായ സാഹചര്യത്തിൽ കൂടി വന്നതാണെന്ന്. ഇത്ര നേരം ഞാൻ നല്ല കൺട്രോളിലായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല. ശരിക്കും ഞാനിപ്പോഴാണ് കരയുന്നത്. ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. ഞാനെപ്പോഴും ചിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാനിപ്പോ ഈ ഒരു സംഭവത്തിലാണ് കരഞ്ഞത്. ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. കാരണം മീഡിയ പിന്നെ കുറെ നേതാക്കൾ ഞാൻ കാർഗിലിന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഗുജറാത്തില് എർക്കയ്ക്കുണ്ടായി 16 വീടുകൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ഡൽഹിക്ക് വേണ്ടി 1 കോടി രൂപയാണ് ചെലവാക്കിയത്. ഡൽഹിക്ക് വേണ്ടി മാത്രം. എന്തുകൊണ്ട്? കാരണം ഞാൻ ചെലവാക്കിയ കാശ് പബ്ലിക്കിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇതെന്റെ അച്ഛൻ്റെ അമ്മയുടെ അല്ല. ഇത് അവരുടെ സ്വത്തല്ല. എന്റെ കുടുംബപരമായിട്ടുള്ള സ്വത്തൊന്നും ആയിരുന്നില്ല. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ഈ കാശ് പബ്ലിക്കിൽ നിന്ന് സമ്പാദിച്ചാണ്. പബ്ലിക്കിന് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് തോന്നി. അവരുടെ കാശ് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന്. എന്റെ ചിന്തകൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ വല്ലാതെ ഷോക്കായിപ്പോയി. വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരും സൈലന്റായി പിന്നോട്ട് മാറി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിഷമിക്കണ്ട, ഇതുപോലുള്ള സംഭവമൊക്കെ ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന്, അതുപോലെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെന്ന്. മീഡിയക്കാരും പിന്മാറി, നേതാക്കന്മാരും ഒരു സൈഡിലേക്ക് അങ്ങ് മാറി. എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഓഡിയൻസ്, ജനങ്ങള്, ഫാൻസ്, അവരും മാത്രമായിരുന്നു. മീഡിയക്കാര് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വളരെയധികം ഷോക്കായിപ്പോയി. ഞാൻ TV ന്യൂസിൽ കണ്ടത് അവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ, താങ്കൾ തന്നെ പറയൂ, ഈ കേസിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോ അതിലൊരാൾ പറയുകയാണ്, എനിക്ക് ഉറപ്പാണ് ദലർ മെഹന്തി എന്തായാലും 7 വർഷം അകത്ത് തന്നെ ആയിരിക്കുമെന്ന്. അയാളെ ആർക്കും പുറത്തിറക്കാൻ കഴിയില്ല, ഈ കേസുകളൊക്കെ നന്നായിട്ട് പഠിച്ചതാണെന്ന്. എനിക്ക് ചിരി വന്നു. എന്താണ് ഈ 7 വർഷം? ഞാൻ എന്താ ദാവൂദാണോ? അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ വലിയ ടെററിസ്റ്റ് വല്ലതാണോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മേലെ ഉള്ളത് വെറും കുറ്റാരോപണം മാത്രമാണ്. 31 ആൾക്കാരെ പുറം രാജ്യത്തേക്ക് കടത്തിയെന്ന്. നിങ്ങളൊക്കെ ഒരു കാര്യം മാത്രം ചിന്തിക്കൂ. എനിക്കൊരാളെ പുറത്തേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ, അയാൾക്ക് വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പട്ടിയാല നഗരം മാത്രമേ കിട്ടുകയുള്ളൂ. അവിടുന്ന് 31 ആൾക്കാരെ ഞാൻ പുറം രാജ്യത്തേക്ക് അയക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ജലന്ധറിൽ നിന്നാരും പറയുന്നില്ല? എന്തുകൊണ്ട് ഡൽഹിയിൽ നിന്നാരും പറയുന്നില്ല? ബോംബെയിൽ എന്തുകൊണ്ട് അയക്കുന്നില്ല? താങ്കൾ പറഞ്ഞു വരുന്നത് 31 വ്യക്തികൾ, അതായത് പോലീസിനടുത്ത് 31 പേർ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. അതെ, ആ കംപ്ലൈന്റ്. എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ചെന്ന് ചേർന്നപ്പോ അവര് നിങ്ങളുടെ മേലെ എന്താണ് കംപ്ലൈന്റ് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ പറഞ്ഞു 31 ആൾക്കാര് എനിക്കെതിരായിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന്. അതൊന്ന് കാണിക്കാൻ ഞാൻ പറഞ്ഞു. ദൈവാനുഗ്രഹത്തിൽ അമർജിത് സിംഗ് ഹോം ഇൻസ്പെക്ടർ അത് എന്നെ കാണിച്ചു. സർക്കാർ പേപ്പറിൽ 31 ആൾക്കാർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. സർക്കാർ പേപ്പറിൽ ടൈപ്പ് ചെയ്തിട്ട്. കംപ്ലൈന്റ് ആണെങ്കിൽ പല പല പേപ്പറിലല്ലേ വരണ്ടേ? ഒരേ ഒരു സർക്കാർ പേപ്പർ, അത് പോലീസിന്റെ പേപ്പർ, അതേ ടൈപ്പ് റൈറ്റർ. ഒരു ടൈപ്പ് റൈറ്റർ കൊണ്ട് 31 കംപ്ലൈന്റ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പറയുന്നു, പഞ്ചാബ് പോലീസുകാർ പറഞ്ഞു, ദലർ മെഹന്തി ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സുന്ദരനാണ്, ചെറുപ്പമാണ്, എന്തിനാണ് പഞ്ചാബ് പോലീസിൽ ഇരിക്കുന്നത്? ഞാൻ നിങ്ങളെ അമേരിക്കയിലേക്ക് വിടാമെന്ന് പറയുന്നു. ഇതിൽ എന്തെങ്കിലും ന്യായമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ വ്യക്തമാണെങ്കിൽ എന്തിനാണിത് മീഡിയയിലേക്ക് പോയത്? ഈ പറയുന്ന FIRൽ എപ്പോഴെങ്കിലും FIR ഓപ്പൺ ആയിട്ടുണ്ടോ? അതിലൊരാൾ 12 ലക്ഷം വാങ്ങിയെന്ന് പറയുന്നു, മറ്റൊരാൾ 10 ലക്ഷം വാങ്ങിയെന്ന് പറയുന്നു. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ടോ? അവരൊക്കെ വെറും 2 സ്ഥലം മാത്രമാണ് പറയുന്നത്. ഒന്ന് ദുഖ്നിവാരൻ, ഗുരുദ്വാരയ്ക്കെതിരായിട്ട് ദലർ മെഹന്തി വന്നു എന്ന് പറയുന്നു. വണ്ടിയിൽ വന്നിരുന്നു, അപ്പോൾ ഞങ്ങൾ 12 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് കാശ് വാങ്ങി തിരിച്ചു പോയെന്ന് പറയുന്നു. മറ്റൊരാൾ വന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, പട്ടിയാല യൂണിവേഴ്സിറ്റിക്ക് എതിരായിട്ട്, എന്റെ പട്ടിയാല, ഈ 2 സ്ഥലങ്ങളാണ് പറഞ്ഞത്. അവിടെ ദലർ മെഹന്തി വന്ന് കാശ് വാങ്ങിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. എന്തിനാണ് ഞാൻ ഒരേ സ്ഥലം തന്നെ ചൂസ് ചെയ്യുന്നത്?
അത് എന്റെ സ്ഥലമല്ല, ഞാൻ അതിനത് ചൂസ് ചെയ്യുന്നത്. ഒരു പക്ഷെ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ധൈര്യമായിട്ട് നടക്കാൻ പറ്റും? കാരണം ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ വിഷമിച്ച് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കരയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളാണ്. അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ, മീഡിയയ്ക്ക് മുന്നിൽ ഞാൻ ഒരിക്കലും കരയില്ല. കാരണം എനിക്കറിയാം സത്യം എന്തായാലും ഒരു ദിവസം പുറത്തു വരുമെന്ന്. നിങ്ങൾ അമേരിക്കൻ എംബസി പോവുകയാണെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ, അമേരിക്കൻ എംബസി അല്ലെങ്കിൽ കനേഡിയൻ എംബസി, അവിടെ നമ്മൾ എന്ത് ചെയ്താലും അവരുടെ കയ്യിൽ ആ പ്രൂഫ് ഉണ്ടായിരിക്കും. എനിക്കെന്നല്ല, എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്, ആരൊക്കെ എപ്പോഴൊക്കെ അവിടെ പോയിട്ടുണ്ടെന്ന്. ഞാൻ 95 ഇരുന്ന് ഈ നിമിഷം വരെ ഫുൾ പ്രൂഫാണ് കാണിച്ചിരിക്കുന്നത്. ഇതെന്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഞങ്ങൾ 12 പേരാണ് പോകുന്നത്, 12 പേര് തിരിച്ചു വരികയും ചെയ്യുമെന്ന്. അതല്ലാതെ അതിന്റെ കൂടെ ഒരു 13 പേരാണെങ്കിൽ ഞാൻ വലിയൊരു കുറ്റവാളിയായി മാറും. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത്, ഒരു ദിവസം സത്യം എന്തായാലും പുറത്തു വരും. ദൈവം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ സത്യം പുറത്തു വന്നു. ഗുരുനാനക് മഹാരാജ്, ആ ഭഗവാന്റെ അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു. എല്ലാ വഴികളും നഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ദൈവത്തോടുള്ള എന്റെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഞാൻ വിജയിച്ചു. അതിനുശേഷം DGP പഞ്ചാബ് സിദ്ദിഖിക്ക്, നിങ്ങൾ ടൈം മാഗസിൻ വായിക്കൂ, അതിൽ വന്ന ഒരു ചെറിയ വാക്കിന്റെ പേരിലാണോ പുറകെ പോയെന്ന് ചോദിച്ചു. എന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ തെറ്റാണ് സംഭവിച്ചത്. ദലർ മെഹന്തിയുടെയും ഷംസീർ മെഹന്തിയുടെയും രൂപം ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ടാണ് ഈ തെറ്റ് സംഭവിച്ചതെന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞു. പക്ഷെ നിങ്ങളിത് കണ്ടില്ല. അതായത് നിങ്ങൾ വളരെ ഉയരത്തിലിരുന്ന ഒരാളെ പെട്ടെന്ന് വലിച്ച് താഴെയിട്ടു. അതിനുശേഷം എന്തുമാത്രം ടോർച്ചറായിരുന്നു. ആ സമയത്ത് എല്ലാ ആൾക്കാരും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ദലർ മെഹന്തിയുടെ കഥ അവസാനിച്ചു എന്ന്. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അത് ഈ കോൺട്രവേഴ്സിക്കൊക്കെ ശേഷം വേറെ ആരെങ്കിലും ആത്മഹത്യ ചെയ്തേനെ, ഇല്ലാതായി പോയനെ. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഷാറാറാറ എന്ന ഹിറ്റ് ആൽബം ഉണ്ടാക്കി. എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്നിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ദൈവത്തോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു, അതുപോലെ ജനങ്ങളിലും വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോ ഞാൻ ഇത്രത്തോളം വളർന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എന്നെ ഇതിലും കൂടുതൽ ഉയരത്തിലെത്തിക്കും. ആ വിശ്വാസം എനിക്കുണ്ട്. നോക്കൂ സർ, ഇപ്പോൾ പോലീസ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, പഞ്ചാബ് പോലീസ്, അതായത് ആരാണ് താങ്കളുടെ പേര് കേസിട്ടതോ അതേ പോലീസ് കോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പക്കൽ ഒരു എവിഡൻസും ഇല്ല, അതുകൊണ്ട് കേസ് വാപ്പസ് വാങ്ങുകയാണ് എന്ന്. ശരിക്കും ഞാനത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ നല്ല വിഷമവുമുണ്ട്. ഒരു തവണ പോലീസ് ഇനിഷ്യേറ്റീവ് കൊടുത്തു. കോടതി പറഞ്ഞത് വീണ്ടും ഒന്നുകൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പോലീസിന് ചെയ്യാൻ കഴിയൂ. വീണ്ടും ആ പഴയ ടീം, അത് ഏത് ടീമായിരുന്നാലും, ആരാണോ എൻ്റെ അടുത്ത് കാശ് ചോദിച്ചത് അവരെല്ലാവരും പെട്ടെന്ന് തന്നെ പിന്മാറിക്കളഞ്ഞു. പേടിച്ചുപോയി. ഒന്നുമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂ എന്നെ? സത്യം എന്തായാലും പുറത്തു വരുമല്ലോ. ദലർ മെഹന്തി ചെയ്ത തെറ്റ് എന്താണെന്നതിനെ കുറിച്ചുള്ള എന്ത് പ്രൂഫാണ് കൊണ്ടുവന്ന് നിർത്താൻ കഴിയുക? എല്ലാവരും ശരിക്കും പേടിച്ച് പിന്മാറിപ്പോയി. ഇവിടെ പുതിയ ആൾക്കാർ വന്നതിന് ശേഷം നോക്കിയിട്ട് ക്ലീൻ ചിറ്റാണ് തന്നത്. അപ്പോ കോർട്ട് വീണ്ടും റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു. വീണ്ടും എനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി. താങ്കൾക്കൊന്നും തോന്നില്ലേ ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം പോലീസിനെതിരായിട്ട് ഒരു കേസെങ്കിലും ഞാൻ കൊടുക്കണമെന്ന്? കേസ് കൊടുത്തിട്ട് എന്താണ് പ്രയോജനം? അതായത് വീണ്ടും അവരെന്നെ വെറുതെ വിടില്ല. വീണ്ടും എന്തെങ്കിലും കള്ളക്കേസ് എന്റെ പേരിൽ അവർ ചേർക്കും. അതെനിക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ശ്രമത്തിന് പോകാഞ്ഞത്. അവരവരുടെ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കട്ടെ, ഞാൻ എന്റെ ജോലിക്കും പോട്ടെ. മീഡിയയോടാണോ ദേഷ്യം മുഴുവനുള്ളത്? അല്ല, മീഡിയയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് വല്ലാത്ത വിഷമം വന്നിരുന്നു. ശരിയാണ്, ഡിസംബർ മാസം 31-ാം തീയതി എന്നോട് പറയാണ്, സാർ നിങ്ങൾ വിഷമിക്കരുത്, അവിടെ നിങ്ങൾക്ക് വേണ്ടി ഏർപ്പാടുകളെല്ലാം കഴിഞ്ഞു, ഒരു 14-15 ദിവസം അവിടെ കഴിയേണ്ടതായിട്ട് വരും, അവിടെ ജയിലിൽ നിങ്ങൾക്ക് വേണ്ടി പെയിന്റിംഗ് എല്ലാം ചെയ്തു കഴിഞ്ഞു, ടിവിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്നെ ഹജ്ജിന് അയക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ അവരോട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മീഡിയക്കാർ പറയുകയാണ്, സർ അവിടെ വളരെ നല്ലതാണ്, ഒരുപാട് ക്യാമറകളൊക്കെ ഉണ്ട്, അവിടെ നല്ല കവറേജ് ഒക്കെ കിട്ടുമെന്ന്. ഞാൻ ചോദിച്ചു, ഇതാണോ നല്ല കവറേജ്? ശരിക്കും എനിക്ക് വല്ലാതെ വിഷമം തോന്നുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തത്, മീഡിയയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതും എനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയതിന് ശേഷം 31-ാം തീയതി ഡിസംബറിൽ 2 മണി വരെ മീഡിയ അവരെന്നെ ശരിക്കും ഒരു വഴിയാക്കിയതാണ്. 4 മാസത്തോളം രാത്രിയും പകലും എന്നെ ഇങ്ങനെ കാണിച്ച് എനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയതിന് ശേഷം നാണം കെട്ട ആൾക്കാരെ പോലെ വളരെ ചെറുതായിട്ട് താഴെ എഴുതി, ദലർ മെഹന്തിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചു എന്ന്. ഇതിനേക്കാളിൽ മോശം വേറെന്താ ഉള്ളത്? നിങ്ങൾ രാത്രിയും പകലും ഇത്രത്തോളം സംസാരിച്ചാണ്. അപ്പോൾ തെറ്റ് ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതല്ലേ? ഞങ്ങൾ തെറ്റാണ്, ദലർ മെഹന്തിക്കെതിരെ യാതൊരുവിധ തെളിവുമില്ല ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന്. പക്ഷേ അവരങ്ങനെ ചെയ്തില്ല. എന്നോട് എന്ത് വിരോധമാണ് ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. മീഡിയക്കാർക്ക് എന്തോ വലിയ നഷ്ടം സംഭവിച്ച പോലാണ് അവരുടെ ഒരു റിയാക്ഷൻ കണ്ടപ്പോൾ തോന്നിയത്. ദൈവം എന്റെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ എത്തി. ഇക്കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആ സമയത്ത് ഇന്ത്യ TV ഇല്ല. ഇന്ത്യ TV ഉണ്ടായിരുന്നേ ഇങ്ങനെ സംഭവിക്കില്ല.
ആപ്കി അദാലത്തിൽ ഡെലേർ മെഹന്തിയോടുള്ള വിചാരണ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തുടരുന്നതായിരിക്കും. हो बच के रहना वीर जी नहीं तो हो जाना कल्याण रब दियां वे परवाइयां अज कुत्ते खान मलाइयां ആപ്കി അദാലത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഡെലേർ മെഹന്തിയോട് പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്കി അദാലത്തിൽ ഡെലേർ മെഹന്തിക്കെതിരായുള്ള അടുത്ത കുറ്റാരോപണം അദ്ദേഹം ആവശ്യമില്ലാതെ കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു കോൺട്രവേഴ്സി നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതിനു മുൻപ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴൊക്കെ താങ്കളുടെ ആൽബം റിലീസാവുന്നോ അപ്പോഴൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാറുണ്ട്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഒരു പ്രാവശ്യം ഏക് ദാന ദോ ദാന റിലീസായ സമയത്ത് പഞ്ചാബിൽ ചിലർ ഇതിനെതിരായിട്ട് ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനെപ്പോഴും ഈ കാര്യം ഓപ്പണായിട്ട് തന്നെ പറയുന്നതാണ്. എൻ്റെ ജോലി മ്യൂസിക്കാണ്. എനിക്ക് ഇതല്ലാതെ വേറൊരു ജോലിയുമില്ല. എനിക്ക് പാട്ട് പാടുന്നതാണ് ബിസിനസ്. ഇത് ഞാൻ ബിസിനസ്സായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സോ എന്നെ ആരെങ്കിലും ഏത് ഷോയ്ക്ക് വിളിച്ചാൽ, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, അവർ ഷോയ്ക്ക് വിളിക്കുമ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ ദലേർ മെഹന്തി വരികയാണെങ്കിൽ അയാൾ നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് പാട്ട് പാടുമെന്ന്. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാളാണ്. ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പാട്ട് പാടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫീസ് വാങ്ങിച്ചിരിക്കും. വേണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൻ്റെ ഇട്ടിട്ട് കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. ഒരുപക്ഷെ എൻ്റെ ഈ ശീലമായിരിക്കും ഒരുപക്ഷെ ശരിയല്ലാത്തത്. ആൾക്കാരനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മാഗസിനുമായി ബന്ധമുള്ള ആൾക്കാരായിരിക്കും, മീഡിയയുടെ ഒപ്പം ചേർന്ന് മാഗസിനിലും ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ആർട്ടിസ്റ്റുകൾ അവർക്ക് വേണ്ടിയിട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് പാടിയിട്ട് പോകണമെന്ന്. അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് നൽകാമെന്നാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ ഈ ഒരു ശീലം കൊണ്ട് തന്നെയാണ് പല സമയത്തും പഞ്ചാബിൽ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുള്ളത്. ഒരാൾ ഈ ഒരു റേഞ്ചിലേക്ക് റേസ് ആയത് പല ആൾക്കാർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. താങ്കൾ എന്താണ് കരുതുന്നത്? 10 വർഷത്തിൽ താങ്കൾ ഇത്രയും വളർന്നിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ താങ്കൾ ആരോടൊക്കെ പറ്റില്ലെന്ന് പറഞ്ഞുവോ, അവരെല്ലാരും ചേർന്ന് ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തിയത്. അതെ, ഇത് തീർച്ചയായിട്ടും ഒഫീഷ്യലി ലോകം മുഴുവൻ കണ്ട കാര്യമാണ്. ഈ 3-4 മാസത്തിനുള്ളിൽ കോൺട്രവേഴ്സി എന്തുമാത്രം വളർന്നു വെച്ചാൽ ലോകം മുഴുവൻ കണ്ടതാണ്. അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പാട്ടുകൾ പാടുന്നതിനുള്ള പിന്തുണയുമായി പിന്നെ ആരും വരാഞ്ഞത്. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. ഇപ്പൊ ആരെങ്കിലും ഫ്രീ ആയിട്ട് പാടാൻ പറഞ്ഞാൽ താങ്കൾ പാടുവോ? ഇല്ല, ഞാൻ ഫ്രീ ആയിട്ട് പാടില്ല. ഒരുപക്ഷെ സുനാമി വന്നാലും, കാർഗില്, അതുപോലെ ഗുജറാത്തിലെ ഭൂകമ്പം, ഇതുപോലുള്ള അപകടങ്ങളിൽ കാശ് സമ്പാദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ സമയത്ത് ഞാൻ ഫ്രീ ആയിട്ട് പാടും. പക്ഷേ ഒരുപക്ഷെ ആരെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ശരിക്കും എന്റെ വീട് അതായത് ഡൽഹി സിറ്റിക്കുള്ളിൽ തന്നെയാണ്. ഒരുപക്ഷെ ആ ഏരിയയിലുള്ള ആരെങ്കിലും, ഒരുപക്ഷെ MLA സാറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതായത് ഇലക്ഷനിൽ ഡൽഹി മെഹന്തി എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന്. അപ്പൊ ഞാൻ പോയില്ലെങ്കിൽ അദ്ദേഹം എന്നെ വാട്ടർ കട്ട് ചെയ്യും, കറണ്ട് കട്ട് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പിന്നെ ഞാൻ ഒരാൾ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ആ പാവങ്ങളൊക്കെ ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്. താങ്കൾ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയാണ്, പക്ഷെ കരയുമ്പോൾ നല്ലതല്ല. ഞാനതിന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഇങ്ങനെ രജിസാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോയതാണ്. ഞാൻ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ കരഞ്ഞിട്ടേ ഇല്ല. ഇനിയെങ്കിലും കരയാതിരുന്നൂടെ? തീർച്ചയായിട്ടും ഞാനിത് കരയില്ല. വളരെ നന്ദി. താങ്കളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: താങ്കൾക്ക് നല്ല പേരും പ്രശസ്തിയും ഇതിനു മുമ്പ് കിട്ടിയിരുന്നുവോ? ഇപ്പോഴും കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ആ സമയത്ത് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ ഞാൻ വിജയിച്ച് പുറത്തു വന്നതിന് ശേഷം ആളുകൾ എന്നോട് ഒരുപാട് സ്നേഹം കാണിച്ചു. അതുപോലെ ദലേർ മെഹന്തി എന്നുള്ള പേര് ഞാൻ ഇതുവരെയായിട്ടും എന്തുമാത്രം സമ്പാദിച്ചോ, എനിക്ക് ദൈവത്തിന് മേൽ നല്ല വിശ്വാസമുണ്ട്. എന്റെ ജോലിയിൽ എനിക്ക് ഇനിയും 4 മടങ്ങോളം പേര് സമ്പാദിക്കണം. ലോകം മുഴുവൻ എനിക്ക് മുന്നേറണം. എന്റെ പേര് ഉയർത്തി കാണിക്കണം. അതെ സർ, എനിക്ക് താങ്കളുടെ ദുഃഖകരമായ കഥകൾ കേട്ടപ്പോൾ അതെ ഇറ്റ് വാസ് വെരി പാത്തറ്റിക്. താങ്ക് യു. താങ്കൾക്ക് എന്നെ താങ്കളുടെ അമ്മയെ പോലെ കാണാം. അല്ല, ഞാൻ താങ്കളുടെ അമ്മ തന്നെയാണ്. ഐ വിഷ് യു ഓൾ യുവർ ഹാപ്പിനെസ് ആൻഡ് ഓൾ മോർ പോപ്പുലാരിറ്റി. ബട്ട് സർട്ടൻലി ഇതെല്ലാം നല്ലതിനു വേണ്ടിയാണ് നടന്നത്. ഇപ്പൊ ഉള്ളതിലും താങ്കൾ 10 മടങ്ങ് ഉയരത്തിലെത്തട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ പ്ലീസ്? कजरारे कजरारे नैना वाले
नैना तेरे चंबल दे लुटेरे ऊंचे मचानों से बादल उड़ाते हैं सूखे नसीबों पे बादल बरसाते हैं जीवे तेरे नैना दे लुटेरे कजरा रे कजरा വളരെ നന്ദി. താങ്ക് യു. താങ്കൾ ഒരു Thank you. പഞ്ചാബി സിംഗറാണ്. അതെ, ഈ എല്ലാ കോൺട്രവേഴ്സീസും താങ്കളുടെ മേൽ മാത്രം എന്തുകൊണ്ട് വരുന്നു? ഒരു പക്ഷേ ആരെങ്കിലും ഇതുപോലെ വിജയം നേടുകയാണെങ്കിൽ അവരിതൊക്കെ അനുഭവിക്കേണ്ടതുണ്ട്. ഇത് ജനങ്ങളുടെ അനുഗ്രഹവും സ്നേഹവും കൊണ്ട്, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹവും കൊണ്ടും ഇതുപോലെയുള്ള ഒരു വലിയ സ്ഥലത്ത് വന്ന് എനിക്ക് ഇരിക്കാനായി കഴിഞ്ഞു. അതിനായിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ചു ഞാൻ. കാരണം ദലേർ മെഹന്തി ഒരു പാട്ടുകൊണ്ട് മാത്രം ദലേർ മെഹന്തിയായിട്ട് ഉയർന്നതല്ല. ഞാൻ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. ജനങ്ങളുടെ സ്നേഹവും ഇതിലുണ്ട്. അതുകൊണ്ടാണ്. ഇത് താങ്കളുടെ വിജയത്തിന് താങ്കൾ നൽകിയ വിലയാണെന്ന് കരുതുന്നുണ്ടോ? അതെ, അത് 100% സത്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിന് ഒരിക്കലും അഹങ്കാരം, അതുപോലെ പിന്നെ പകരം ചോദിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്താണ് പ്രയോജനം? പാട്ടിലൂടെ എനിക്ക് അവരെ വഴക്ക് പറയാനായിട്ട് സാധിക്കും. അതിലും കൂടുതലായിട്ട് എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ആരോടും എനിക്ക് ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാനും കഴിയില്ല. ആരെയും തല്ലാനും കഴിയില്ല. വേറൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കിത് മാത്രമേ ചെയ്യാൻ കഴിയൂ. പാട്ടിലൂടെ ദേഷ്യത്തിൽ 2 വഴക്ക് പറയാൻ പറ്റും. ഒരു ആർട്ടിസ്റ്റിന് അതെല്ലാം ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ ദേഷ്യത്തിൽ ആരെങ്കിലും വഴക്ക് പറയണമെന്ന് താങ്കൾ വിചാരിച്ചാൽ അതെങ്ങനെ പാട്ടായിട്ട്? चोर चक्के चौधरी ते गुंडी रन परदान ओ चोर चक्के चौधरी वही गुंडी रन परदान ओ बच के रहना वीर जी नहीं ते हो जाना कल्याण रब दियां बेपरवाहियां अज कुत्ते खान मलाइयां रब दियां बेपरवाहियां अज कुत्ते खान मलाइयां. ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ ഈ വാക്കുകളെ ക്ലാപ്സ് ചെയ്യാതെ കേൾക്കണം. ओ नित नवी डकैतियां ते होंदे बलात्कार वही नित नवी डकैतियां ते होंदे बलात्कार ओ थाने पुलिस कचहरियां सब मिली जुली सरकार ओ बच के रहना वीर जी नहीं ते हो जाना कल्याण रब दियां वे परवाहियां अज कुत्ते खान मलाइयां. ആപ്കി അദാലത്തിൽ ഡലേർ മെഹന്തിയുടെ മേലുള്ള കുറ്റങ്ങളെക്കുറിച്ച് നമ്മൾ വിചാരണ ചെയ്തു. ഇപ്പോൾ ജഡ്ജ്മെന്റിന്റെ സമയമാണ്. അഞ്ജൻ മിശ്ര എന്ത് ജഡ്ജ്മെന്റ് തരുന്നു എന്ന് നമുക്ക് നോക്കാം. കുറ്റവാളിക്ക് നേരെയുള്ള ഈ അന്വേഷണം വളരെ ശക്തമാണ്. പക്ഷേ അത് തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം. ദിലേഹർ സാർ സ്പ്രിറ്റേഡ് വേയില് സ്വയം രക്ഷപ്പെട്ടു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം വളരെ ടാലന്റഡ് ആണ്. പക്ഷേ അദ്ദേഹം ഇത്രയും ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിച്ചില്ല എന്നാണ് സത്യം. അത് ഇന്നാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ അദ്ദേഹം കുറേ എക്സ്പെരിമെൻ്റൽ ചെയ്യുമെന്ന്. ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഈ സംഗീത യാത്രയിൽ മുന്നേറിപ്പോകണം. അതുകൊണ്ട് താങ്കളെ ഈ കേസിൽ നിന്നും ഈ കോടതി കുറ്റവിമുക്തനാക്കുന്നു. നന്ദി. വളരെ നന്ദി.